നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വാ. അല്ല, എവിടെ എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്? വാ. ഇത്രേ ഉള്ളൂ? പിന്നെന്ത് വേണം? ഞാനൊരു ഉമ്മയാണ് പ്രതീക്ഷിച്ചത്. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. അതെന്താ, എന്നെ വിശ്വാസമല്ലേ? വിശ്വാസമില്ലാത്തതുകൊണ്ടൊന്നും അല്ല, എനിക്ക് നാണോ. നാണമൊക്കെ ഞാൻ മാറ്റിത്തരാം. വേണ്ട. അപ്പൊ കല്യാണം വരെ കാത്തിരിക്കണം അല്ലേ? വേണം. എന്നാ വാ, ഇത് പാക്ക് ചെയ്തു. വാ. എങ്ങോട്ട്? എനിക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങി തന്ന സ്ഥിതിക്ക് ഞാനും എന്തെങ്കിലുമൊക്കെ വാങ്ങി തരണ്ടേ? ശരി, ഞാൻ വരാം. സ്വപ്ന, എനിക്ക് പെട്ടെന്ന് ഹോട്ടലിൽ വരെ ഒന്ന് പോകണം. നീ പതുക്കെ വാങ്ങാനുള്ളതെല്ലാം വാങ്ങിയിട്ട് ഇറങ്ങിയാൽ മതി. ഇതിൻ്റെയൊക്കെ ബില്ല് എത്രയാന്ന് വെച്ചാൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. ഞാൻ ഓൺലൈനായിട്ട് പേ ചെയ്തോളാം. ശരി സർ. ശരി, പോട്ടെ മോളെ. ശരി. ആശം, എന്തൊരു ആക്രാന്ത. മുകുന്ദനെന്താ ഇവിടെ? ബുക്ക് വാങ്ങിയോ? അത് ഓർഡർ കൊടുത്തു. ഇവിടെയാണ് ഓർഡർ കൊടുത്തത്. ഇതെന്റെ കൂട്ടുകാരിയുടെയാ. അവളുടെ വീട്ടുകാരെ ഇത്രയും സാധനങ്ങൾ വാങ്ങിയെന്നറിഞ്ഞാ അവള് വഴക്കു പറയും. അതുകൊണ്ട് അവള് ഇത് വാങ്ങി എന്റെ വീട്ടിൽ വെക്കാൻ പറഞ്ഞു. വൈകുന്നേരം വന്ന് എടുത്തോണ്ട് പോവും. മതി, നിർത്ത്. ദയവേത് ഇനി നുണ പറയരുത്. നുണയോ? മുഖത്തിന് എന്തേ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. നീയേ ഇതുവരെ എന്ത് ചെയ്യായിരുന്നു ഞാൻ കണ്ടു. ഓ, അപ്പൊ നീ എന്നെ ഫോളോ ചെയ്യുമായിരുന്നല്ലേ? നിനക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ? വിശ്വാസത്തെ പറ്റിയൊന്നും നീ സംസാരിക്കരുത് സ്വപ്നെ. നിന്റെ സംസാരം എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല മുകുന്ദ. ഒരു സംശയ രോഗി പോലെ എന്നെ നീ ഫോളോ ചെയ്തതും പോരാ, എന്നെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുവാണോ? ഞാനേ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. നീ എന്തിനു വേണ്ടി അത് ചെയ്തതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അതിനുള്ള ഉത്തരം എനിക്കറിയാം. നിനക്ക് വേണ്ടി ഇത്രയൊന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല. ശ്രമിക്കാത്തോണ്ടല്ല, പറ്റാത്തോണ്ടാണ്. അതിന് സഞ്ജയ് പോലെ ഒരു തന്നെ കൂട്ടുപിടിക്കുകയല്ല വേണ്ടത്. അവൻ എന്തൊക്കെ പറഞ്ഞാൽ നിന്നെ പറ്റിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ ദയവേത് അവന്റെ വലയിൽ ചെന്ന് നീ ചാടരുത്. സ്വപ്നെ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം.